ഈശോയിൽ സ്നേഹമുള്ളവരെ, ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രാർത്ഥനാപൂർവമായ ആശംസകൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കർത്താവ് കുരിശിൽ നിന്ന് അരുളിയ വചനങ്ങൾ നമുക്ക് ഓർക്കാം. പ്രത്യേകമായി 3 വചനങ്ങൾ. ആദ്യത്തേത്, ഈശോ കുരിശിൽ നിന്ന് നമ്മോട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. നമുക്കറിയാം, അത് ശാരീരികമായ ദാഹമല്ല. തീർച്ചയായിട്ടും അവിടുന്ന് ഏറെ പീഡാസഹനങ്ങൾക്ക് ശേഷം വലിയ ദാഹവും വിശപ്പൊക്കെ അനുഭവിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ആത്മീയമായ രക്ഷയും ദൈവത്തെ കണ്ടെത്തണമെന്നുള്ള വലിയ ആഗ്രഹവുമാണ് ഇവിടെ ഈശോ പറയുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമ്മുടെ ദാഹം തീർക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു, അവിടുന്ന് ദാഹിക്കുന്നു. നമ്മുടെ ദാഹം തീർക്കണമെങ്കിൽ അവിടുന്നിൽ നിന്ന് കുടിക്കണം. നമുക്കറിയാം, ഈ ജീവജലത്തിൻ്റെ അരുവികൾ, ഈശോ പറയുന്ന ജീവജലത്തിൻ്റെ അരുവികൾ അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ജീവിതം നിറഞ്ഞാൽ നമ്മുടെ എല്ലാ ദാഹങ്ങളും, ഭൗതികമായ ദാഹങ്ങളെല്ലാം ശമിക്കപ്പെടും. കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. മദർ തെരേസയുടെ കോൺവെൻറ്റുകളിൽ എപ്പോഴും അതിൻ്റെ സ്വീകരണ മുറിയിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാചകം ഇത് തന്നെയാണ്, ഐ തേഴ്സ്റ്റ് എന്നുള്ളതാണ്. മനുഷ്യനെ നേടുവാൻ, മനുഷ്യൻ്റെ ആത്മാവിനെ നേടുവാൻ നമ്മുടെ കൽക്കട്ടയിലെ മദർ തെരേസയും അവിടെ സന്യാസിനി സഭയും അതുപോലുള്ള സന്യാസ സഭകളുമൊക്കെ എത്രമാത്രം ശ്രമിക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഇത് സഭയുടെ വലിയ ദൗത്യമാണ്. ഈശോയുടെ ദാഹത്തിൽ പങ്കുചേർന്ന് സഭാമക്കളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ എത്രമാത്രം ഓട്ടങ്ങളാണ് മനുഷ്യൻ നടത്തുന്നത്. തീർത്തും ഭൗതികമായ ഓട്ടങ്ങൾ, നേട്ടങ്ങൾക്ക് വേണ്ടി വലിയ ഓട്ടങ്ങൾ നടത്തുകയാണ്. ഭൗതികമായ നേട്ടങ്ങൾ മാത്രം. ദൈവത്തെ മറന്ന് ദൈവം വേണമെങ്കിലാകാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ്റെ ഇടയിൽ ഈശോ എന്ന് പറയുകയാണ്, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ രക്ഷയും നിങ്ങളുടെ സ്നേഹവും ആവശ്യമുണ്ട്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ഈശോ ക്രൂശിൽ നിന്ന് അരുളിയ മറ്റൊരു വചനമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? കർത്താവ് വലിയ വേദന അനുഭവിക്കുന്നു. തൻ്റെ മനുഷ്യത്വത്തിൽ ദൈവപിതാവുമായിട്ട് ഉള്ള അകൽച്ച അനുഭവിക്കുകയാണ്. പ്രത്യേകമായി നമുക്കറിയാം, തൃത്വരഹസ്യത്തിലെ പിതാവിൽ നിന്ന് പുത്രനെ മാറ്റാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു അകൽച്ച ഒരിക്കലും ഉണ്ടാകുകയില്ല. പക്ഷേ തൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ ഈശോ ഈ അകൽച്ചയുടെ വേദന അനുഭവിക്കുകയാണ്. പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പ്രകാരമാണ് പറയുന്നത്, 21-ാം വാക്യം, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. വാക്കുകളുടെ അർത്ഥം എന്താണ്? അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, പക്ഷെ പാപം നൽകുന്ന സാഹചര്യങ്ങളിൽ കൂടി, വേദനയിൽ കൂടി കർത്താവ് കടന്നു പോവുകയാണ്. അതുതന്നെയാണ് സങ്കീർത്തനം 22 നമ്മോട് പറയുക. കർത്താവ് 22-ാം സങ്കീർത്തനമാണ് ഇവിടെ ചൊല്ലുക. യഹൂദനെ സംബന്ധിച്ച് സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യം ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം അത് മുഴുവനും ചെല്ലുന്നു എന്നുള്ളതാണ്. 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വചനമാണിത്. പക്ഷെ അത് അവസാനിക്കുന്നത് വലിയ പ്രത്യാശയിലാണ്. 24-ാമത്തെ വാക്യം, തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചില്ല, അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് വിളി കേട്ടു. അവസാനത്തെ വചനം 31-ാമത്തെ വചനം പ്രകാരമാണ്, ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും. അതുകൊണ്ട് ഈ സങ്കീർത്തനം പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. മോചനത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് നൽകുക. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിയന് പ്രകാരമാണ് പറയുക, അവിടെ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു കുരിശിൽ. നമ്മളാണ് അവിടെ ഉപേക്ഷിക്കപ്പെട്ടത്. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട വേദനയാണ് കർത്താവ് അവിടെ അനുഭവിക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ അനുഭവമുണ്ട്. നമ്മൾ തിരസ്കരിക്കപ്പെടുന്ന അനുഭവം, നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവം, ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ മറന്നുപോകുമോ എന്നുള്ള ചിന്ത.
ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ആ ഒരു വലിയ വേദനയുടെ അനുഭവങ്ങൾ, ദൈവം ആബ്സെൻ്റാണ് എന്നുള്ള ചിന്ത, ഇതൊക്കെ യേശുവും അനുഭവിച്ചു. അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിരാശരാകാതെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കാൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദൈവം നമ്മളെ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല. മറ്റുള്ളവരുടെ തിരസ്കരണവും മറ്റുള്ളവരുടെ ആ അവഗണനയുമൊക്കെ ഉണ്ടാകുമ്പോൾ മറക്കാതിരിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ മോചനം എൻ്റെ കൂടെയുണ്ട് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 30-ാം വാക്യം ഇപ്രകാരമാണ്: എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഗ്രീക്കിൽ ടെറ്റലെസ്ത എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. എല്ലാം പൂർത്തിയായി, എല്ലാം കൊടുത്തു തീർത്തു എന്നുള്ള അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കടങ്ങളെല്ലാം കൊടുത്തു തീർക്കുമ്പോഴാണ് ഇപ്രകാരം പറയുക. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ആർക്കിയോളജി വിഭാഗം പരിവേഷണം നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ചില രേഖകളിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്. ഒരാളുടെ ടാക്സ് രേഖകളെ പറ്റിയിട്ട് എഴുതി വച്ചിരിക്കുന്നു: ടെറ്റലെസ്തായി, എല്ലാം കൊടുത്തു തീർത്തു. പാപത്തിൻ്റെ കടങ്ങളെല്ലാം കൊടുത്തു തീർത്തു ഈശോ തൻ്റെ കുരിശ് മരണം വഴിയായി. ആ ഈശോ ഇന്ന് നമ്മോട് പറയുക, നിൻ്റെ കടങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്തെങ്കിൽ നിങ്ങളും പരസ്പരം ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദുഃഖവെള്ളി ഇന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതുതന്നെയാണ്: ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുക, അനുരഞ്ജനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണവിവേചന വ്യവസ്ഥിതി അവസാനിച്ചപ്പോൾ അനുരഞ്ജനം സാധ്യമാക്കാനായിട്ട് പീസ് ആൻഡ് റിക്കൺസിലിയേഷൻ എന്നുള്ള ആ സമിതി പ്രവർത്തിച്ചിരുന്നു, അനുരഞ്ജന സമിതി. അതിൽ ഒരു കറുത്തവർഗക്കാരിയായ സ്ത്രീ അവളുടെ ഭർത്താവിനെയും മകനെയും വെള്ളക്കാരനായ പോലീസ് കൊന്നു കളഞ്ഞതാണ്. കോടതിയിൽ വന്നപ്പോൾ അതിൻ്റെ ജഡ്ജസ് ചോദിച്ചു ഇവളോട് എന്ത് പരിഹാരമാണ് വേണ്ടത്. അവൾ പറഞ്ഞു, 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, എനിക്ക് വേണ്ടത് ഭർത്താവിനെ അവർ കൊന്ന് ചുട്ടുകരിച്ച സ്ഥലത്തു നിന്നുള്ള മണ്ണ്. രണ്ടാമത്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നും എൻ്റെ വീട്ടിൽ വരണം, കാരണം എനിക്ക് ആരുമില്ല. മകനെപ്പോലെ കാണുന്ന ആ സ്ത്രീ. മൂന്നാമത് അവൾ പറഞ്ഞു, ഞാൻ ഈശോ എന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും ഇദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ മാതൃകയാണ് ആ പാവപ്പെട്ട സ്ത്രീ നമുക്ക് നൽകുന്നത്. ദുഃഖവെള്ളിയാഴ്ച ഈ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സന്ദേശമില്ലാതെ കടന്നു പോവുകയാണെങ്കിൽ അത് അർത്ഥശൂന്യമാണ് നമുക്കോർക്കാം. അതുകൊണ്ട് കർത്താവ് കുരിശിൽ നിന്ന് പറഞ്ഞ വചനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിച്ച 3 വചനങ്ങളും നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തട്ടെ. കർത്താവിൻ്റെ വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ആമേൻ.